പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് സ്നേഹമുള്ളവരെ, ഈശോയുടെ മുമ്പിലായിരിക്കുന്ന ഈ ഒരു നിമിഷം എത്രത്തോളം ഭാഗ്യവാന്മാരാണ് നമ്മൾ ഓരോരുത്തരും. തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഒരു നിമിഷത്തിൽ അവൻ്റെ കൂടെ ആയിരിക്കാൻ അവൻ നമ്മളെ അനുബന്ധിച്ച നിമിഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും. സ്വർഗം നമുക്ക് വേണ്ടി തുറന്നു തന്ന നിമിഷങ്ങൾ എത്രത്തോളം ഭാഗ്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം എത്രത്തോളം സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വിശുദ്ധ കുർബാന. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം നമ്മുടെ കൂടെയുള്ള ഓരോരുത്തരും നമ്മളെ സ്നേഹിക്കുന്നു. പക്ഷേ അതിലുപരി നമ്മുടെ ജീവിതത്തിൽ വേദനകളും സങ്കടങ്ങളും വരുമ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ദൈവം എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം. കാരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ സന്തോഷത്തിൽ ചേർന്ന് നിൽക്കാൻ ഒത്തിരിയേറെ ആൾക്കാർ നമ്മുടെ കൂടെ വരാറുണ്ട്. പക്ഷേ ഒന്ന് കാല് വഴുതിപ്പോയാലോ ഒരു സങ്കടത്തിന് നിമിഷത്തിലേക്ക് ചെന്നാലോ നമുക്കറിയാം എത്ര പേര് നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ള കാര്യം. പലപ്പോഴും ആ ഒരു നിമിഷത്തിലായിരിക്കുന്ന ഓരോരുത്തരും നമ്മൾ അത്രത്തോളം സ്നേഹിക്കുന്നവരാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി പലപ്പോഴും നമ്മൾ ഏറ്റുപറയേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ തളർന്നു പോയാലും വേദനിച്ചു പോയാലും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തു തന്നെ എനിക്ക് കൊടുക്കേണ്ടി വന്നാലും ദൈവസ്നേഹം ഒരിക്കൽ പോലും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല, അസ്തമിക്കുന്നില്ല. വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ അവിടുത്തെ സ്നേഹം അനന്തമാണ്, അതൊരിക്കൽ പോലും അസ്തമിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, ഈശോയുടെ മുമ്പിലായിരിക്കുന്ന ഈ ഒരു നിമിഷത്തെ ഓർത്ത് നമുക്ക് കൃതജ്ഞതയുള്ളവരായി തീരാം. എത്രത്തോളം ഈ സ്നേഹത്തിലേക്ക് എന്നെ അവിടുന്ന് ചേർത്ത് പിടിച്ചു എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം. സ്നേഹമുള്ളവരെ, ഈശോയുടെ മുമ്പിലായിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ഒരുപക്ഷെ നമ്മളെ തന്നെ തമ്പുരാന് വിട്ടുകൊടുത്തേക്കാം, നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചേക്കാം. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ആശ്രയവും സങ്കേതവും എല്ലാം ദൈവമാണ് എന്നുള്ള ബോധ്യം അത് എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കുന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. സ്നേഹമുള്ളവരെ, നമ്മളെവിടെയാണ് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ബോധ്യമുള്ളവരായി തീരണം. ഈശോയുടെ മുമ്പിലാണ്. ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ തിരിച്ചറിയേണ്ടത്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൂടെയാണെങ്കിൽ, ആ ഒരു ദൈവം എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ, പരിപാലിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എന്തിനാണ് എൻ്റെ ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നത്, സങ്കടപ്പെടുന്നത്? കാരണം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും അർത്ഥനകളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഈ സ്നേഹം പലപ്പോഴും എന്നെ ചേർത്ത് പിടിക്കുന്നില്ല എന്നുള്ള ബോധ്യമാണ്. അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാത്ത നിമിഷങ്ങളിൽ സന്തോഷത്തിൻ്റെ സുദിനങ്ങൾ മാത്രം എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് ലഭിക്കപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ദൈവത്തെപ്പറ്റി ഒത്തിരിയേറെ പറയുന്നുണ്ട് മറ്റുള്ളവരോട്. പക്ഷേ ഒന്ന് തളർന്നു പോയാലോ വീണു പോയാലോ എന്തെങ്കിലും ഒരു അവസരം കൊണ്ട് ഏതൊരു ബുദ്ധിമുട്ടേറിയ നിമിഷം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ദൈവത്തെ പഴിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, തിരിച്ചറിയേണ്ടത് എത്രത്തോളം തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്നുള്ള കാര്യം. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ കർത്താവിൽ ആശ്രയിക്കുന്ന ഓരോരുത്തരും അവരെത്ര ഓടിയാൽ പോലും തളരുകയില്ല, അവർ കഴുകനെ പോലെ ചിറകടിച്ചു ഉയരും. സ്നേഹമുള്ളവർ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ, ആ ഒരു ആശ്രയത്തിൽ എൻ്റെ ജീവിതം തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു പറയുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, 100% ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് എൻ്റെ ജീവിതത്തിലായിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. പലപ്പോഴും ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നേറ്റ് പറയുമ്പോഴും ജീവിതത്തിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമോ വേദനയോ കടന്നു വരുമ്പോൾ പലപ്പോഴും ഈ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകാറുണ്ട്. സ്നേഹമുള്ളവരെ, തിരിച്ചറിയേണ്ടത് ദൈവസ്നേഹം ഒരിക്കൽ പോലും തളർന്നു പോവുകയോ അകന്നു പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ എത്രത്തോളം ഈ ദൈവസ്നേഹത്തിലേക്ക്
നമ്മളെ തന്നെ ചേർത്ത് പിടിക്കുക എന്നുള്ള കാര്യം നമ്മളെപ്പോഴും തിരിച്ചറിയണം. കാരണം ഓരോ നിമിഷവും വിശുദ്ധ കുർബാനയായിട്ടും അനുബന്ധ കൂദാശകളായിട്ടും എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ ഒരു സാന്നിധ്യം ഉറപ്പാക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് അനുഭവിക്കാനോ ചേർത്ത് പിടിക്കാനോ മനസ്സിലാക്കാനോ പലപ്പോഴും നമുക്ക് പറ്റാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു വേദന വരുമ്പോഴും സങ്കടം വരുമ്പോഴും നമ്മൾ പരിഭവത്തോടു കൂടി മറ്റുള്ളവരോട് പറയാറ്, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, അല്ല അവിടുന്ന് എന്നെ അനുഗ്രഹിക്കുന്നില്ല എന്ന പരിഭവം പലപ്പോഴും നമ്മൾ പറയാറ്. അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ, ഇന്ന് ഈശോയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മുടെ സർവ്വവും തമ്പുരാനെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ സ്നേഹം ഒരിക്കൽ പോലും എന്നെ വിട്ടുപിരിയുന്നില്ല എന്നുള്ള കാര്യം. കാരണം ജെറമ്യാ പ്രവാചക ദിവസത്തിൽ കാണുന്നത് പോലെ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നുള്ളൊരു ഉറപ്പ് തമ്പുരാൻ ആദ്യമേ തൊട്ട് എനിക്ക് തരുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, മനുഷ്യബന്ധങ്ങൾ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ശിഥിലമായി പോയേക്കാം. പക്ഷേ ദൈവസ്നേഹം അതൊരിക്കൽ പോലും നമ്മുടെ ജീവിതത്തെ വിട്ടുപിരിയുന്നില്ല. കാരണം പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവശമായിട്ടുള്ള പല വശങ്ങളും നമ്മുടെ ജീവിതത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു വേദനയോ സങ്കടമോ ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചാൽ ഉടനെ തന്നെ ആ ഒരു സ്നേഹത്തിൽ നിന്ന് പലപ്പോഴും അവർ പുറകോട്ട് പോകുന്നുണ്ട്. ഒരു കുടുംബ ബന്ധം തന്നെ പരിശോധിച്ച് നമുക്ക് കാണാം. അവിടെ സ്നേഹത്തിന് ഏതെങ്കിലും രീതിയിലൊരു വ്യത്യാസമോ പോരായ്മയോ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തെ ഓർത്ത് ആ സ്നേഹത്തെ ചൊല്ലി പലപ്പോഴും പരിഭവത്തോടെ വേദനയോടുകൂടി ആകുന്ന അംഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എത്ര തന്നെ പാപം ചെയ്താലും, എത്ര തന്നെ തഴക്കദോഷങ്ങൾ നമ്മൾ ഓരോരുത്തരുമായിരുന്നാലും, എത്ര തന്നെ പാപ സാഹചര്യങ്ങൾ നമ്മളായിരുന്നാലും, ഒരു വട്ടം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും തെറ്റായി പോയി എന്ന് പറയുന്നൊരു നിമിഷം, ആ ഒരു നിമിഷത്തെ ഓർത്ത് സ്വർഗവും തമ്പുരാനും നമ്മളെ ഓർത്ത് സന്തോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്നേഹം മറ്റെല്ലാ സ്നേഹങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കപ്പെടുന്നത്. ഒരിക്കൽ പോലും ചെയ്ത കാര്യങ്ങളെ ഓർത്ത് വെറുക്കാനോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റാനോ ഒരിക്കൽ പോലും തമ്പുരാൻ പരിശ്രമിക്കാറില്ല. എപ്പോഴും ഈ ഒരു സ്നേഹം എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ ഉറപ്പാക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും തിരിച്ചറിയുക, ഞാനും അതുപോലെ തന്നെ ചെയ്യാൻ കടപ്പെട്ടവനാണ്. കാരണം സുബര്യാകാൻ ഉപമ പരിശോധിക്കുമ്പോൾ ഒരു ദീപജ്ഞൻ തമ്പുരാൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യം, സ്വർഗരാജ്യം കരസ്ഥമാക്കാൻ അല്ലെങ്കിൽ നിത്യജീവൻ കരസ്ഥമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ്. ഉടനെ തമ്പുരാൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും അവൻ മറുപടി പറയുന്നുണ്ട്. പക്ഷേ ആ മറുപടിക്ക് ഒടുവിൽ ആ ഒരു ഗുരു അവനെ അഭിനന്ദിക്കുമെന്നുള്ള ബോധത്തിൽ അവനായിരുന്നു. അല്ലെങ്കിൽ താനായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ആത്മീയതയിൽ അവൻ അത്ര കണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനാണ് എന്നുള്ള ബോധ്യം ആ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പക്ഷേ അവിടെയും അവൻ ചെയ്യാതെ പോയ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് പറയുന്നത്, ഒരു തെറ്റെന്ന് പറയുന്നത്, അവൻ്റെ കൂടെയുള്ളവരെ അവൻ നോക്കിയില്ല എന്നുള്ള കാര്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മൾ ഏറ്റവും വലിയ ഉത്തരവാദിത്വത്തോടുകൂടി ചേർത്ത് പിടിക്കേണ്ട ഒരു കാര്യമാണ്, എന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ള കാര്യം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം പലപ്പോഴും പരിശോധിക്കുമ്പോൾ ഒരു നന്മ ചെയ്യാമായിരുന്ന ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് പോലും പലപ്പോഴും നമ്മളത് വിനിയോഗിക്കാതെ പോയ നിമിഷങ്ങളില്ലേ. അന്ന് ആ ഒരു ദീപജ്ഞൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ചോദ്യത്താൽ തന്നെ അവന് മറുപടി കൊടുക്കുന്നുണ്ട്. അതൊരു ഉപമയിലൂടെയായിരുന്നു. ഒരു ഉപമയിലൂടെ കടന്നു വന്ന ഓരോ മനുഷ്യരും ഈ ഒരു മനുഷ്യനെ കണ്ടിട്ട് കടന്നു പോകുന്നുണ്ട്. കടന്നു പോവുക എന്ന് പറയുമ്പോൾ ആ ഒരു സ്നേഹം ഗൗനിക്കാതെ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ചാൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ബോധത്തിൽ നിന്ന് മാറിയകന്ന് അവരോരോരുത്തരും മാറിപ്പോകുന്നുണ്ട്. പക്ഷേ കടന്നു പോകാതെ കടന്നു വന്ന ഒരൊറ്റ ആൾ മാത്രമേ ഉണ്ടായുള്ളൂ, അത് സമരിയാക്കാരനാണ്. അവർ സാംസ്കാരികതയിൽ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ പലപ്പോഴും വെറുപ്പോടുകൂടി കരുതിയിരുന്ന ഒരു വിഭാഗം ആൾക്കാരിലെ ഒരംഗം. അതുകൊണ്ട് തന്നെ ഒരു ഉപമ പറഞ്ഞ് തീർക്കുമ്പോഴും അവർക്ക് പലപ്പോഴും അത് സ്വീകരിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. ആ ഒരു മനുഷ്യനോട് കരുണ കാണിച്ചത് ഒരു സമരിയാക്കാരനാണ് എന്നുള്ള ബോധ്യം. സ്നേഹമുള്ളവരെ, അവരടങ്കം അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടം ഒന്നടങ്കം പറയുന്നുണ്ട്, ആ ഒരു മനുഷ്യനോട് കരുണ കാണിച്ചവനാണ് അവൻ്റെ ഏറ്റവും നല്ല അയൽക്കാരൻ എന്നുള്ള കാര്യം. നമ്മുടെ ഓരോരുത്തരും ജീവിതം പരിശോധിക്കുമ്പോൾ ആ ഒരു പദവിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സാധ്യതയിലേക്ക് എൻ്റെ ജീവിതം കൊണ്ട്
എനിക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഓർത്തെടുക്കണം. കാരണം പലപ്പോഴും നമ്മുടെ ആത്മീയജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഈ ഒരു പ്രേക്ഷിതത്വം നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാകാതെ പോകുന്നതാണ്. സ്നേഹമുള്ളവരെ, ഈശോയുടെ മുമ്പിലായിരിക്കുന്ന ഈ ഒരു നിമിഷത്തെ ഓർത്ത് നന്ദി പറയാം. സ്നേഹമുള്ളവരെ, ഈ ഒരു നിമിഷത്തിൽ നമുക്കറിയാം എത്രത്തോളം നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം. ദിവ്യകാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഓരോ നിമിഷവും, ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ യാമവും തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യം അവിടെ തന്നെ ഇന്നും സ്നേഹിക്കുക എന്നുള്ള കാര്യമാണ്. പറഞ്ഞു വയ്ക്കുന്നത് വിശുദ്ധ മദർ തെരേസയാണ്. തൻ്റെ ജീവിതത്തിൽ ദിവ്യകാരുണ്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറൊരു കാര്യമെന്ന ബോധ്യം, അല്ലെങ്കിൽ തനിക്ക് എത്രമാത്രം സ്ഥാനമാനങ്ങളോ സന്തോഷമോ അധികാരമോ എന്ത് ലഭിച്ചാലും എൻ്റെ ഈശോ കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ എന്നുള്ളൊരു തീരുമാനമെടുത്ത വ്യക്തി. എത്രത്തോളം ദൈവം ആ വ്യക്തി ഉയർത്തി എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചു മുന്നേറാൻ നമ്മളെയും തമ്പുരാൻ അനുഗ്രഹിക്കുമെന്നുള്ള ബോധത്തിൽ നമുക്കായിരിക്കാം. ഒപ്പം ഈ ഒരു നിമിഷം നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. വളരെ പ്രത്യേകമായിട്ട് നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും ഈ ഒരു നിമിഷം നമുക്ക് ഓർക്കാം. ഈശോയുടെ പക്കലേക്ക് അവരോരോരുത്തരെയും ചേർത്ത് വയ്ക്കാം. അവിടുത്തെ മുറിവേർത്തിലെ കരത്താൽ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടാൻ, ആശീർവദിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളും വേദനിക്കുന്ന എല്ലാവരെയും ഒരു നിമിഷം ചേർത്ത് വെച്ച് വിശ്വാസത്തോടെ വിശുദ്ധിയോടെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുടെ നാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങേ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും